വലിക്കുല്ലി ഉമ്മത്തിൻ അജൽ. എല്ലാ സമൂഹത്തിനും സമുദായത്തിനും ഒരു അവധിയുണ്ട്. നമുക്കും അവധിയുണ്ട്. വഇദാ ജാ അജലുഹും, അങ്ങനെ അവർ അവധി വന്നെത്തിയാൽ നല്ല ആലോചിച്ചോ, ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു നിമിഷം പോലും മുന്നോട്ടോ പിന്നോട്ടോ ആക്കാൻ കഴിയില്ല. അതാ സമയത്ത് വരും. എന്നിട്ടാണ് അള്ളാഹ് പറയുന്നത്, യാ ബനി ആദം, ആദമിന്റെ മക്കളെ. ആരെ വിളിച്ചാണ്? എല്ലാ മനുഷ്യരും. നമുക്ക് മുമ്പ് പോയ ആളുകൾ, നമുക്ക് ശേഷം വരാനുള്ള ആൾക്കാർ, നമ്മൾ അമേരിക്കക്കാർ, ആഫ്രിക്കക്കാർ, ജൈനക്കാർ, ഇന്ത്യക്കാർ, അറബികൾ, ഒരൊറ്റ വിളിയാ, കോമൺ വിളി. എല്ലാ ആദമിന്റെ മക്കളാണ്. എല്ലാം ആദമിന്റെ മക്കളാണ്. യാ ബനി ആദം ഇമ്മാ യഅതിയന്നകും റുസുലുൻ മിൻകും, എന്നിൽ നിന്ന് ഇനി റസൂലുമാർ വരും നിങ്ങളടുത്തേക്ക്. എങ്ങനെ? നമ്മൾ എത്രയോ റസൂൽമാർ വന്നു, 1,00,000-ഓളം റസൂൽമാർ, 1,00,000-ൽ കൂടുതൽ പ്രവാചകന്മാർ വന്നു എന്നാണ് ഉള്ളത് ഏകദേശം. എത്രയോ പ്രവാചകന്മാർ വന്നു. യഖുസ്സൂന അലൈക്കും ആയാതി, അള്ളാഹു പറയുന്നുണ്ട് എൻ്റെ ആയത്ത്, എൻ്റെ ദൃഷ്ടാന്തം, എൻ്റെ സന്ദേശം അവർ നിങ്ങൾക്ക് വായിച്ചു തരും. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ച് വായും ഇതെല്ലാം തരുന്ന റബ്ബ്. അപ്പം എന്താ ചെയ്യേണ്ടി? ഞങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾ വാപ്പമാരും എങ്ങനെയാ പറഞ്ഞിട്ട് അല്ല. ഫമനിത്തഖ, നിങ്ങൾ നിലപാട് മാറ്റി സൂക്ഷ്മത പാലിക്കുക. ഇത് എന്നെ സൃഷ്ടിച്ച റബ്ബാണ്, ഈ ഭൂമിയിലേക്ക് കൊടുത്തത് അവനാണ്, ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുന്നതും അവനാണ്. ഈ നാട്ടുകാരെല്ലാം കൂടി തടുത്താലും മലക്കുൽ മൗത്തിന്ന് തടുക്കാൻ പറ്റൂല. സത്യല്ലേ പറഞ്ഞത്? നാളെ മരിക്കാണ്, ഇത് ഞങ്ങളാളാന്ന് പറഞ്ഞിട്ട് തടുക്കാൻ പറ്റുമോ? എത്രയൊക്കെ അതുവരെ എന്ത് തലകുത്തി മറിഞ്ഞ് പോയാലും കള്ളു പിടിക്കുക, വിചാരിക്കുക, അതേപോലെ എന്താ ഖുറാഫാത്ത് ചെയ്യേ, മാറുക, ജീവിതം നന്നാക്കി പഠിച്ചോന്ന് എനിക്ക് പറ്റിപ്പോയി. ഞാൻ കുറേ നബിദിനത്തിന് ചോറും കുറേ മൗലൂദും കുറേ ജാറത്തിലൊക്കെ പോയി, ഞാൻ അറിയാതെ പറ്റിപ്പോയതാ റബ്ബേ, ഞാനിത് മാറുന്നു, എനിക്ക് പുറത്തു തരണേ. എൻ്റെ റബ്ബേ, നിൻ്റെ മുമ്പിലൊരു വരുന്ന ദിവസമുണ്ട്, എനിക്ക് പുറത്തു തന്നില്ല, ഞാൻ നഷ്ടക്കാരനാവും. മനസ്സിലായില്ലേ? പിന്നെ നമസ്കാരം, ജീവിതം നന്നായിട്ട് നമസ്കാരം, നോമ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? എന്താ പറഞ്ഞു? വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല, അവർക്ക് ഒരു ഭയവും വേണ്ട. അവർക്കാണ് നമ്മളെ മാതാപിതാക്കളുണ്ടായ ആ സ്വർഗണ്ടല്ല, അതല്ല നബി അലൈഹി ഇസ്ലാമിന് അവർ പുറത്താക്കി ആ സ്വർഗത്തേക്ക് ഇങ്ങോട്ട് കടക്കണോ, നിങ്ങൾക്ക് അങ്ങോട്ട് കയറാം, നിങ്ങൾ പേടിക്കണ്ട. ഇവരെല്ലാം കബറിൽ കൊടുന്ന് വെച്ചാൽ ഇവര് പോകൂലേ? പിന്നെ ആരെ നമ്മളെ കൂടെ ഉണ്ടാവുക? മുൻകറിനൊക്കെ ചോദിക്കുമ്പോ ഇവരുണ്ടാവോ? ഇന്ന് ആലോചിച്ച് നോക്ക്, ഇവിടുന്ന് ബിരിയാണി, നെയ്ച്ചോറും നബിദിനും റാലിയൊക്കെ നടത്തി അമ്മന്റെ ആളാന്ന് പറഞ്ഞാൽ നടക്കും. ആരാ കബറിൽ വന്ന് കിടക്കുക? ഇനി അടുത്ത ആയതെന്താരോ, നമ്മുടെ നമ്മളെ ആയത്തുകളെ നിഷേധിച്ച ഉന്നതീനെ കഫറൂബി ആയാത്തിന, നമ്മുടെ സന്ദേശത്തെ നിഷേധിച്ചു. ഞങ്ങളൊക്കെ പണ്ട് ഞങ്ങളെ ബീലന്മാരെന്താ പേച്ചരാ, ഞങ്ങളെ മറ്റു ഉസ്താദ് എന്താ പേച്ചതാ. അപ്പൊ അവരൊക്കെ നരകത്തിക്കാനും ഞങ്ങൾ. ഇതാണ് വസ്തക്ബറു അൻഹ, അഹങ്കാരം നടിക്കാം. ഇതെല്ലാവർക്കും പാത കേട്ടാ, നമുക്ക് മാത്രമല്ല എല്ലാവർക്കും. ഉലൈക അസ്ഹാബുന്നാർ ഹും ഫീഹാ ഖാലിദൂൻ, അവരാണ് നരകാവകാശികൾ, അവർ ഖാലിദൂൻ, അവർ എന്നൊന്നും അവിടെ കത്തി, ഭൂമിയിലൊരു തീര് കിട്ടു കഴിഞ്ഞാൽ ആൾ കത്തി തീർന്ന് മരിക്കും. പക്ഷെ അവിടെ എന്താ അവസ്ഥ അറിയോ? തൊലി കത്തി വരുമ്പോൾ വേറെ തൊലി കത്തിക്കൊണ്ടേയിരിക്കും. കർമ്മങ്ങളുടെ ആദിത്യല്ല സ്വർഗം കിട്ടല്, ആദ്യം കുറേ ചെയ്യുന്നല്ല. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അനുഗ്രഹപൂർണനാണ് ആര്, ഇതിനെല്ലാം ആധിപത്യം ആർക്കാണോ അവന്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹു അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, എന്തിന്? മരണവും ജീവിതവും അവൻ ഉണ്ടാക്കിയിരിക്കുന്ന എന്തിന്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ആരാണ് ഏറ്റവും നന്നായി, അഹ്സൻ എന്ന് പറഞ്ഞത്, അക്സർ എന്നല്ല പറഞ്ഞത്, അഹ്സനു അമല, ആരാണ് ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. അഹ്സൻ ഏതാണ്? അതിന് റസൂലും കാണിച്ചെന്ന ശരിയാണ് അഹ്സൻ.